ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ വീഡിയോ. അമ്മു ഹൗസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉമ്മ ക്യാപ്സി ഓർഡർ ആക്കി തരും. KFC നമുക്ക് ഓർഡർ ആക്കണ്ട, ഉണ്ടാക്കി തന്നാലോ? ഉമ്മ ഉണ്ടാക്കി തന്നാലോ KFC? ക്യാപ്സി ചിക്കൻ ഉണ്ടാക്കിയല്ലോ, കമോൺ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ്: ഉപ്പ്, പെപ്പർ പൗഡർ, കാശ്മീരി മുളക് പൊടി, ബേക്കിംഗ് സോഡ, വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇത് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കൽ വെച്ചാൽ, 1 കപ്പ് പാലെടുത്തിട്ട് അതിൽ കുറച്ച് വിനാഗിരി ആഡ് ആക്കിയിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് വരെ സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പം നമുക്ക് ബട്ടർ ചിക്കൻ കിട്ടും. ബട്ടർ മിൽക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ആഡ് ആക്കുക. അതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ സ്കിന്നോട് കൂടിയിട്ട് എടുക്കുക, സ്കിന്നില്ലാതെ എടുക്കുക. ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് സ്കിന്നില്ലാതെയാണ് എടുത്തത്. അപ്പം എല്ലാ ഐറ്റംസും ബൗളിലേക്ക് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ബൗളിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ആക്കിയിട്ട് അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടാണ്. അപ്പോൾ വിനാഗിരിയും കൂടി ആഡ് ആക്കിയിട്ട് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ലോണം കൈകൊണ്ട് നല്ല വാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ബാറ്ററും ചിക്കനും നല്ല വാങ്ങിൽ മിക്സാക്കിയ ശേഷം നമ്മൾ ഒരു 12 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രീസറിൽ സൂക്ഷിക്കാൻ പാടില്ല. ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗം ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പം നല്ല വാങ്ങിൽ ഒരു 12 മണിക്കൂർ വെക്കണം. ഒരു ദിവസം മുമ്പാണെങ്കിൽ നല്ലത്, അത്രയും നല്ലത്. അത് പറ്റിയില്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഞാനിപ്പോൾ ഒരു 8 മണിക്കൂറാണ് ഫ്രീസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു 8 മണിക്കൂർ വരെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ബാക്കി കാണാം. ചിക്കൻ ഫ്രീസ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കുക. ബൗളിൽ വെള്ളം ഒഴിച്ചിട്ട് തിളക്കേണ്ടെന്ന് ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയ പൊട്ടോട്ടോ അതിലേക്ക് ആഡ് ആക്കുക. അപ്പം അമ്മാപ്പിച്ചിൻ്റെ പണിയാണ് ആഡാക്കലെല്ലാം. അപ്പോൾ അവർ അതെല്ലാം ആഡാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു തിളച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ടെന്ന് ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു തിളക്കുന്നവരെ അത് വേവിച്ചിട്ടെടുക്കാം. നല്ലോണം വേവാൻ പാടില്ല. നല്ലോണം വെന്തെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു തിളച്ച പിന്നെ അത് ഓഫാകുക. അപ്പം ഒരു തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് കോരിയിട്ട് എടുത്തിട്ടുണ്ട്. തയ്യാറായ ഫ്രഞ്ച് ഫ്രൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പകുതി വേവിച്ചിട്ടെടുത്ത പൊട്ടോട്ടോ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് മാക്സിമം വെള്ളമൊക്കെ കയ്യിൽ കവർ ചെയ്യുക. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായെങ്കിൽ നമ്മത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാ വെള്ളവും ഒപ്പിയിട്ടെടുക്കുക. അതിന് ശേഷം കോൺഫ്ലവർ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒഴിക്കുക. ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഫസ്റ്റ് വേവിക്കുന്ന ടൈമിൽ ഉപ്പിട്ടതാണ്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കോൺഫ്ലവർ എല്ലായിടത്തും മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം അടുത്ത പരിപാടിയിലേക്ക് പോവാം. അതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായ ചിക്കന് 8 മണിക്കൂർ ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സായിട്ട് നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ബാറ്ററിൽ നിന്ന് ഓരോ ചിക്കനായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിൻ്റെ ബാറ്ററിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, 2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ആഡ് ആക്കിയതിന് ശേഷം ഒരു മുട്ടൻ്റെ കൂടി ആവശ്യമുണ്ട്. അങ്ങനെ കോൺഫ്ലവർ പൊടിയും മുട്ടയും കൂടി ആഡ് ആക്കിയ ശേഷം നമുക്ക് ഉപ്പ് ഓൾറെഡി ഇട്ടതാണ് മുമ്പ്, അതുകൊണ്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. അഥവാ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ആക്കാം. ഇപ്പം നല്ല തിക്കിലാണുള്ളത്, ബാറ്റർ നല്ല തിക്കിലുണ്ടായതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ലൂസ് പരുവാക്കിയിട്ട് എടുത്തിട്ടുണ്ട്.
നല്ലോണം ലൂസാവാനും പാടില്ല, നല്ലോണം തിക്കാവാനും പാടില്ല. ആ രീതിയിലാണ് ബാറ്ററി വേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ബാറ്ററി വേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത മിക്സറും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയും ഉപ്പും ബേക്കിംഗ് പൗഡറും ഇടണം. അത് നമ്മൾ സെൽഫ് യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇട്ടിട്ടില്ല, ബേക്കിംഗ് സോഡ ഓൾറെഡി ഇട്ടതാണല്ലോ, അതുകൊണ്ട് ഇട്ടിട്ടില്ല. പിന്നെ കുരുമുളക് പൊടിയും ആഡാക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിൻ്റെയൊക്കെ ആഡാക്കാം. അത് പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ അതൊന്നും ആഡാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ, അപ്പോൾ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം ചിക്കൻ എടുക്കുക. ജസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് വെച്ച മാവിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം, നല്ലോണം ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവിലല്ല പൗഡറിലേക്ക് മൈദയും കോൺഫ്ലവർ പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഉണ്ടാക്കിയ പൗഡറില്ലേ, അതിലേക്ക് ആഡാക്കിയിട്ട് നല്ലോണം തട്ടിക്കൊടുക്കുക. എന്നാലേ ആ KFCൻ്റെ ഒരു ഇത് കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും അതുപോലെ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ 2 ചിക്കന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ബാക്കിയെല്ലാം വീഡിയോയിൽ എല്ലാം കാണിച്ചെങ്കിൽ വീഡിയോയിൽ ലെങ്ത്ത് നല്ലോണം കൂടും. അതുകൊണ്ട് 2 ചിക്കൻ മാത്രം വീഡിയോയിൽ കാണിക്കാം. ഡിപ്പ് ചെയ്യുക, മൈദ മാവിൽ മുക്കുക. മൈദ മിക്സറിൽ നല്ലോണം മുക്കിയിട്ടെടുക്കുക. എന്നിട്ട് തട്ടിക്കൊടുക്കുക. 2-3 പ്രാവശ്യം തട്ടിക്കൊടുക്കുമ്പം KFCൻ്റെ ആ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ അതേപോലെ 2 ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ ചിക്കനും ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്, ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് ഉണ്ടാല്. അതിന് ശേഷം ഒരു ബൗൾ എടുക്കുക. ബൗളിൽ ചിക്കൻ മുങ്ങത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ എന്തോ ഓയിൽ വേണമെങ്കിൽ ഒഴിക്കുക. തേങ്ങ എണ്ണ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല, അപ്പോൾ സ്മെല്ലുണ്ടാവുമല്ലോ. അതുകൊണ്ട് തേങ്ങ എണ്ണ അല്ലാതെ വേറെ ഏതോ എണ്ണ വേണമെങ്കിലും യൂസാക്കാം. അതിന് ശേഷം ചിക്കൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫസ്റ്റ് വേവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടണം. അല്ലെങ്കിൽ ഉള്ളി വെന്തില്ലെങ്കിൽ KFCൻ്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പം തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ചിക്കൻ എന്തായാലും വേവാനൊരു 15 മിനിറ്റ് എടുക്കുന്നത്. ഇപ്പോൾ 3 പീസ് ഇട്ടുകൊണ്ട് 15 മിനിറ്റ് എടുത്ത് അങ്ങനെ അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഷോപ്പിൽ കിട്ടുന്ന അതേ ലുക്കും അതേ ടേസ്റ്റുമാണ്. അപ്പം അത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അതിന് ശേഷം ചൂടായ ഓയിൽ തന്നെ ഞാൻ വിചാരിച്ച് നേരത്തെ തയ്യാറാക്കിയ ഫ്രഞ്ച് ഫ്രൈസ് അതിൽ തന്നെ ആഡാക്കാമെന്ന് വിചാരിച്ച്, അതിൽ തന്നെ തയ്യാർ ചെയ്യാമെന്ന് വിചാരിച്ച് അത് വെഡിത്തായിപ്പോയി. അത് KFCൻ്റെ പൊടിയും മൈദമാവിൻ്റെ പൊടിയൊക്കെ ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല പൊടിയും ഇത് നല്ല കളർ ചേഞ്ച് തന്നെ ആയിട്ടുണ്ട്. എന്നാലും സാരമില്ല, നമ്മൾ സെൽഫ് യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ആർക്കും ഈ അബദ്ധം പറ്റണ്ട, അതേ ഓയിൽ തന്നെ ആരും തയ്യാറാക്കണ്ട, വേറെ എക്സ്ട്രാ ഓയിൽ തന്നെ ആക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസും KFC ചിക്കനെല്ലാം റെഡി ആയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ മയോണൈസൊക്കെ ഉണ്ടാക്കി. അപ്പം ഫൈനൽ ലുക്ക് ഇതാണ്. ഡെക്കറേഷൻ ചെയ്തതിൻ്റെ ക്യാമറൻ്റെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല, തിരിച്ചു പിടിച്ചതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. സ്വന്തമായിട്ട് ഫോണും പിടിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇവരെ ഏൽപ്പിച്ചാൽ അമ്മാപ്പിച്ചെല്ലാം ഫുള്ള് കോളാക്കി തരും. അതുകൊണ്ട് അവരെ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ ക്യാമറ പിടിച്ച് ഒരു കൈ കൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് മിസ്റ്റേക്ക്. അപ്പം ഫുഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്. KFC ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മയോണൈസും ബ്രെഡും കുബൂസും കെച്ചപ്പൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയിൽ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളെ പിള്ളേർക്ക് എന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റുള്ള KFC വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം, പൈസ ലാഭമാണ്. നമുക്ക് ഏകദേശം ഇത്ര ഫുഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു 1500-2000 അടുത്തേക്ക് എന്തായാലും ചിലവാകും. മസ്റ്റ് ട്രൈ.